ലെവറേജ് എ ഐ ടൂൾസ് പ്രൊഡക്ടിവിറ്റി. എ ഐ ടൂൾസ് നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന എ ഐ ടൂൾസ്. നമ്മൾ വീഡിയോ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡോബിൻ്റെ എ ഐ ടൂൾസ് ഉപയോഗിക്കാം. അതോടെ മിഡ് ജേണി, റൺവേ എ ഐ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ SEO, ഇപ്പോൾ ദർ ആർ ടൂൾസ്. നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ SEO പെർഫോമൻസ് എത്രയാണെന്നുള്ളത്. ജസ്റ്റ് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുള്ള് റീസ്ട്രക്ചർ ചെയ്ത് കണ്ടൻ്റ് എല്ലാം മാറ്റി ബെസ്റ്റ് റാങ്ക് ചെയ്യുന്ന വെബ്സൈറ്റാക്കി നമുക്ക് തരും. നമ്മൾ ജസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അത്തരം എ ഐ ടൂൾസുകൾ വരെ വന്നിട്ടുണ്ട്. സോ നമ്മൾ അത്തരം ടൂൾസുകൾ നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവുക, ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ SEO പഠിച്ചിട്ട് എന്താ കാര്യം എന്നായിരിക്കും. സോ അങ്ങനെ ചിന്തിക്കാതെ നമ്മുടെ പ്രോഡക്റ്റിവിറ്റി കൂട്ടാൻ വേണ്ടി ഇത്തരം ടൂൾസുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. എങ്ങനെ പോയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസിന് നമുക്കൊരു 80% കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിൻ്റെ കൂടെ നമ്മളൊരു 20% കൂടെ നമ്മുടെ ഒരു ഹ്യൂമൻ ടച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആൻ എക്സലൻറ്റ് വർക്ക്. ആ ഒരു രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിവിറ്റി നമ്മൾ കൂട്ടുക. 10x to 100x നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പ്രോഡക്റ്റിവിറ്റി ഇങ്ങനെ 10 times കൂട്ടാൻ പറ്റും. അത് പിന്നീട് അങ്ങനെ 100 times ആക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക.